ഇലഞ്ഞി പഞ്ചായത്തിലെ LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേരള കോൺഗ്രസ് എം ഹൈപ്പർ കമ്മിറ്റി അംഗം ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ജോയി കുളത്തിങ്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിരവധി പാർട്ടി പ്രവർത്തകരാണ് പങ്കെടുത്തത്. കേരള കോൺഗ്രസ് എം ഹൈപ്പവർ കമ്മിറ്റി അംഗം ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്ത LDF ഇലഞ്ഞി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ജോയി കുളത്തിങ്കൽ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ നേതാക്കളായി PB രതീഷ്, MM ജോർജ്, ടോമി K തോമസ്, KN സദാനന്ദൻ, LC ടോമി, മിലൻ V മാത്യു, ഷൈജു തുരുത്തെ, PG പ്രശാന്ത്, ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥി CD ശശി എന്നിവർ സംസാരിച്ചു. ഇലഞ്ഞി പഞ്ചായത്തിലെ 14 വാർഡുകളിൽ സീറ്റ് വിഭജനവും പൂർത്തിയാക്കി. CPIM-ന് 7 സീറ്റുകളും കേരള കോൺഗ്രസ് എമ്മിന് 5 സീറ്റുകളും CPI-ക്ക് 2 സീറ്റുകളും ലഭിച്ചു. LDF ഇലഞ്ഞി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് ഭാരവാഹികളായി ജോയി കുളത്തിങ്കലിനെ ചെയർമാനായും KN സദാനന്ദനെ കൺവീനറായും സിബി അരഞ്ഞാളിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. LDF ഇലഞ്ഞി വാർഡ് സ്ഥാനാർത്ഥികൾ TC രജീഷ്, സിനി ജോബി, ജാൻസി പത്രോസ്, റോസ്ലി സാബു, ഡോജിൻ ജോൺ, സാജു ജോസഫ്, ജോയിസ് മാമ്പിള്ളി, മിനി സാബു, ലിസമ്മ ടോമി, മാജി സന്തോഷ്, സന്തോഷ് കോരപ്പിള്ള, LC ടോമി, അബി K ശശി, TP പ്രസാദ് എന്നിവരാണ്. ഒരു കാര്യം അവർ പറഞ്ഞത് ഇലഞ്ഞിയിലെ PHC FHC ആക്കി, പ്രൈമറി ഹെൽത്ത് സെന്റർ ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കി. ആരാ കൊണ്ടുവന്നത്? ഇടതുപക്ഷ ജനാധിപത്യം. നമ്മുടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. അതിനി വലതുപക്ഷ മുന്നണിയുടെ ഓചാരം വല്ലതും വേണോ? മറ്റൊന്ന്, നമ്മൾ കൊടുത്ത ലൈഫ് പദ്ധതി ഭവന നിർമ്മാണം സാധാരണ ജനങ്ങൾക്ക് അത് നമ്മൾ കൊടുത്തോത്തരം അവർക്ക് നടപ്പിലാക്കാൻ ഒത്തില്ല. 10-70 നടപ്പിലാക്കി. അതിന് വലതുപക്ഷ മുന്നണി വേണോ ഇവിടെ? ന്യൂസ് ബ്യൂറോ, പിറവം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.